അസ്സാം വലൈക്കും വറഹമത്തുള്ള. സലഫി മൂവ്മെൻറ്റിൻ്റെ വിവിധ വിഷയങ്ങളെക്കുറിച്ചിട്ടുള്ള പഠന പരമ്പരയിൽ ഏറ്റവും സുപ്രധാനമായ വിഷയങ്ങളിലൊന്നാണ് സമരത്തോടും വിപ്ലവങ്ങളോടും പ്രതിഷേധ സ്വരങ്ങളോടുമുള്ള സലഫി നിലപാടുകൾ. ഇസ്ലാമിക സമൂഹം വ്യത്യസ്തമായ ചിന്താധാരകൾ പേറുന്നവരാണ്. ചരിത്രപരമായി തന്നെ പലവിധ വീക്ഷണങ്ങൾ രൂപപ്പെടുന്നതിൽ ഒരുപാട് ചരിത്രപരമായ കാരണങ്ങളും കൂടിയുണ്ട്. കാരണം ഇസ്ലാമിക ലോകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തോടുകൂടി വിയോഗത്തോടു കൂടി തന്നെ ഒരുപാട് വിമത സ്വരങ്ങൾ മുസ്ലിം സമൂഹത്തിൽ തന്നെ സജീവമായി വന്നിരുന്നു. പിന്നീട് അത് ഖിലാഫത്തിൻ്റെ കാലത്തിലേക്ക് എത്തുന്നു. ഖിലാഫത്തിൻ്റെ കാലത്ത് തന്നെയും ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് പലവിധ രീതികളിൽ കാണാം. പ്രത്യേകിച്ച് ആദ്യ ഖലീഫ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് തന്നെ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിനെയൊക്കെ സോൾവ് ചെയ്യുവാൻ ആ ആദ്യത്തെ 2 വർഷം കൊണ്ട് അദ്ദേഹത്തിന് കഴിയുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. പ്രമുഖ ചരിത്രകാരനായ ഹൈക്കൽ അദ്ദേഹം ഉമർ റളിയല്ലാഹുവിൻ്റെ 10 വർഷത്തെ നീണ്ട ഭരണത്തിന് പ്രധാന കാരണം 2 വർഷക്കാലത്തെ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്താണ് എന്ന് പറയുന്ന ഒരു നിരീക്ഷണം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിന് കാരണം അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് തന്നെ ഉണ്ടായിരുന്ന സക്കാത്ത് നിഷേധം പോലെ, അതേപോലെ റിദ്ദ മുർത്തദ്ദുകളാവുന്ന ഒരു വിഷയം, അതിൻ്റെ കൂടെ ഒരുപാട് മറ്റ് ചില പുതിയ പ്രവാചകന്മാർ എന്ന രീതിയിൽ അവകാശവാദം ഉന്നയിച്ചു കൊണ്ടുവന്ന ചില വിഭാഗങ്ങൾ, ഈ പ്രശ്നങ്ങളെയെല്ലാം സോൾവ് ചെയ്യുകയും 2 വർഷത്തിനിടയിൽ തന്നെ വളരെ സമാധാന സാഹചര്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു 2ാം ഖലീഫയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തിൽ ആഭ്യന്തരമായ പ്രശ്നങ്ങൾ ഇതേ രീതിയിൽ നേരിടേണ്ടി വന്നില്ല എന്നതുകൊണ്ടാണ് ഹൈക്കൽ ആ ഒരു അഭിപ്രായം പറയുന്നത്. പിന്നീട് നമുക്ക് നോക്കുക, ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്തിലേക്ക് എത്തുമ്പോൾ ധാരാളം പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ 2ാം ഘട്ടത്തിൽ, ഏകദേശം 12 വർഷമാണല്ലോ അദ്ദേഹം ഭരിക്കുന്നത്. അതിൽ 2ാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ആ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യുവാൻ ഉസ്മാൻ റളിയല്ലാഹു പരമാവധി പരിശ്രമിക്കുന്നു. എന്നാൽ അത് ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്ക് വളർന്നു വലുതാവുന്നു. അതിൽ അവസാനം അദ്ദേഹത്തിൻ്റെ ഈ 12ാം വർഷം അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വത്തിലേക്ക് അത് വഴിയൊരുക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അലി റളിയല്ലാഹു അൻഹു ഭരണകർത്താവാകുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെയും ഈ ഒരു വിമതന്മാർ മദീനയുടെ ചുറ്റുപാടുകളിലും ശക്തമായിട്ടുണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ആണ് അദ്ദേഹം പുതിയ ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതിനോട് അനുബന്ധിച്ചുണ്ടായ വിഷയങ്ങളും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വധത്തിനുള്ള പ്രതികാരം വീട്ടണമെന്ന് പറയുന്ന ഒരു ചർച്ചയും, അത് അദ്ദേഹത്തെ വധിച്ചവരോട് അവരെ നിയമത്തിൻ്റെയും നീതിയുടെ മുമ്പിൽ കൊണ്ടുവരണമെന്ന് പറയുന്ന മറ്റൊരാവശ്യവും, അതിൻ്റെ കൂടെ ഉണ്ടായ സംഭവ വികാസങ്ങളും, അതിൽ നിന്ന് വളർന്നു വലുതായ സിഫീൻ യുദ്ധം പോലുള്ള യുദ്ധങ്ങളും, അതുപോലെ തന്നെ ജമൽ എന്ന പേരിൽ, ജമൽ യുദ്ധം എന്ന് പറയുന്ന ഒരു യുദ്ധം ഇല്ലെങ്കിൽ പോലും ആയിഷ റളിയല്ലാഹു അൻഹയുടെ നേതൃത്വത്തിൽ അലിക്ക് വിരുദ്ധമായ ഒരു സൈനിക സന്നാഹത്തിൻ്റെ വരവുമെല്ലാം നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൻ്റെ ഈ ആദ്യത്തെ 30 വർഷത്തിൽ തന്നെ കാണാം. അപ്പോൾ ഇതൊക്കെയും വെച്ചുകൊണ്ട് തന്നെയാണ് ഹദീസുകളുടെയൊക്കെയും അടിസ്ഥാനത്തിൽ പിൽക്കാല പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെയൊക്കെ പണ്ഡിതന്മാർ, അവർ ചർച്ചയിൽ പ്രധാനമായും കൊണ്ടുവന്നൊരു വിഷയമായിരുന്നു. അതായത് ഭരണകൂടത്തെ അംഗീകരിക്കുക. അത് അത്തിയുല്ലാഹു വ അത്തിയുർ റസൂല വ ഉലുൽ അംരി മിൻകും എന്ന് പറയുന്ന ഖുർആനിക ആയത്തുണ്ടല്ലോ. അതായത് ഭരണകർത്താവിനെ അനുസരിക്കുക, അത് റസൂലിനോടും അള്ളാഹുവിനോടും ചേർത്ത് വെക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ നിരവധി ഹദീസുകൾ ഭരണകർത്താവിനോടുള്ള ഇതാഅത്ത്, അനുസരണം പ്രഖ്യാപിക്കുന്നതിനും അതുപോലെ തന്നെ പ്രതിജ്ഞ ചെയ്യുന്നതിനുമുള്ള നിരവധി ഹദീസുകളുണ്ട്. ആ രീതികളിലെല്ലാം പറഞ്ഞുകൊണ്ട് പിന്നീട് ഇത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, എന്തെങ്കിലും കുറ്റം സംഭവിച്ചാൽ പോലും വലിയൊരു രക്തരൂക്ഷിതമായ വിഷയങ്ങളിലേക്ക് എത്തുന്നതിന് പകരം സമാധാനപരമായ മാർഗങ്ങളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തേണ്ടതാണ് എന്നൊക്കെ രീതിയിലുള്ള ഹദീസുകളും നമുക്ക് കാണാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പിന്നീട് വന്ന പണ്ഡിതന്മാർ, അതായത് ഈ സലഫു സാലിഹ്ങ്ങളുടെ കാലത്തുള്ള പണ്ഡിതന്മാരും പിന്നീടുള്ള മധ്യകാലഘട്ടത്തിലെ ഉള്ള പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് 9, 10, 12 അങ്ങോട്ടുള്ള കാലഘട്ടത്തിലേക്ക് പണ്ഡിതന്മാർ ഈ ഒരു വിഷയത്തിൽ നിലപാട് രൂപീകരിച്ചിരുന്നു. അതായത് ഭരണകർത്താവിനെ അംഗീകരിക്കുകയും വേണമെന്നും
അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അംഗീകരിക്കുന്നതോടുകൂടി സംഭവിക്കുന്നത് എന്താണ്? മുമ്പ് കാലത്ത് സംഭവിച്ച തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല എന്നും അത് സമൂഹത്തിൽ സ്റ്റെബിലിറ്റി വരുത്തണമെന്നും രക്തരൂക്ഷിതമായ പ്രശ്നങ്ങൾ ഒഴിവാക്കണമെന്നും അതോടുകൂടി ഭരണകർത്താക്കളെ നന്നാക്കുവാനുള്ള ഡ്യൂട്ടി, ഉത്തരവാദിത്തം പണ്ഡിതന്മാർക്കാണെന്നും പണ്ഡിതന്മാർ ഭരണകർത്താക്കളുമായി നല്ല ബന്ധം പുലർത്തണമെന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ചർച്ചകൾ നമുക്ക് ഈ ഒരു കാലഘട്ടത്തെ രചനകളിൽ കാണാം. ഒരു 12-13 നൂറ്റാണ്ട് വരെയൊക്കെ ഇത് സജീവമായിരുന്നു. ഇവിടെ നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു വിഷയം, ഇപ്പോൾ നസീഹത്തുൽ മുലൂക്ക് എന്ന് പറയുന്ന ഇമാം ഗസാലിയുടെ രചന. അദ്ദേഹം സെൽജൂക്കിയൻ ഭരണകാലഘട്ടത്തിലാണല്ലോ ജീവിക്കുന്നത്. തുർക്ക്മെനിസ്ഥാൻ ആ സെറുലേഷൻ ഭാഗങ്ങളിൽ പരന്നു കിടന്നിരുന്ന സെൽജൂക്കിയൻ കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. അവിടുത്തെ ഭരണകർത്താക്കൾക്ക് ആവശ്യമായ, പ്രത്യേകിച്ച് മലിക് ഷായുടെ കാലഘട്ടത്തിൽ നിസാമുൽ മുൽക്ക് എന്ന് പറയുന്ന ആ ഭാഗത്തെ ഗവർണറുടെ ഒരു സഹായത്തോട് കൂടിയിട്ടാണ് ഇമാം ഗസാലി ആ ഭാഗത്തേക്ക് എത്തുന്നതും അവിടെ അദ്ദേഹം മദ്രസയുടെയും അവിടുത്തെ വലിയ സ്ഥാപനങ്ങളുടെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതും ആ കാലഘട്ടത്തിൽ ഒരു പ്രധാന പണ്ഡിത ഭാരം ഏറ്റെടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഭരണകർത്താക്കളെ അവരെ നല്ല രീതിയിൽ ഉപദേശിച്ചുകൊണ്ട് അവരെ ശരിയായ രീതിയിലേക്ക് മാറണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് എഴുതിയ കിതാബാണ് നസീഹത്തുൽ മുലൂക്ക്. രാജാക്കന്മാർക്കുള്ള നസീഹത്ത്, ഉപദേശ നിർദ്ദേശം, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കൗൺസിൽ ഫോർ കിങ്സ് എന്ന രീതിയിലാണ് അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആ ബുക്കിൽ അദ്ദേഹം പ്രത്യേകം പറയുന്ന ഒരു കാര്യമുണ്ട്. ഭരണകർത്താക്കൾ സൂക്ഷിക്കേണ്ട ചില സൂക്ഷ്മതകളെ കുറിച്ച് അദ്ദേഹം എടുത്തു പറഞ്ഞ ചില കാര്യങ്ങൾ. വിഡ്ഢികളായ, പൊട്ടന്മാരായ, അല്ലെങ്കിൽ തെന്മാടികളായ ആൾക്കാരിൽ നിന്ന് ഭരണകർത്താക്കൾ അകന്നു നിൽക്കണം. അതുപോലെ മറ്റൊടുത്ത് പറയുന്നത് പണ്ഡിതന്മാരെ, ആധ്യാത്മിക ലെവലുള്ള മശായഖന്മാരെ, ഷേഖന്മാരെ, നല്ല വൈജ്ഞാനിക വിഷയങ്ങൾ നല്ല ആഴത്തിൽ ധാരണയുള്ള പണ്ഡിതന്മാരെ, അതുപോലെ അനുഭവപരിജ്ഞരായ വിവിധ വിഷയങ്ങളിൽ എക്സ്പേർട്ടുകളെയൊക്കെ ചേർത്താണ് വെക്കേണ്ടതെന്നും ആ തരത്തിൽ പോകുമ്പോഴാണ് ഒരു ഭരണകർത്താവിൻ്റെ ഭരണം ശരിയാവുകയുള്ളൂ എന്നൊക്കെ ഇമാം ഗസാലി അതിൽ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇമാം മാവർദിൻ്റെ അൽ ഹക്കാമു സുൽത്താനിയ ഇതേപോലൊരു മറ്റൊരു രചനയാണ്. അതുപോലെ ഈ ഒരു മേഖലയിൽ ഭരണകർത്താക്കളെ ഉപദേശിച്ചുകൊണ്ട് അവരെ നിർദ്ദേശം നടത്തിക്കൊണ്ടും ധാരാളം രചനകൾ നമുക്ക് കാണാം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട രചനയാണ്, നമ്മൾ ചർച്ചയിൽ വരുന്നതാണ്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ അശറായിയ അൽ സിയാസിയ ഷറായിയ എന്ന് പറയുന്ന, അത് ഷറായി പൊളിറ്റിക്സ് എന്ന പേരിൽ നമുക്ക് ഇന്ന് കാണാൻ പറ്റുന്ന ആ ഒരു കിതാബ് പോലും. അതിൽ അദ്ദേഹം വലിയനെയും, അതായത് ഉമറാക്കളെയും ഉലമാക്കളെയും അവർ തമ്മിലുള്ള ഒരു ബന്ധത്തെ ശക്തമായി വിശദീകരിച്ച് അവിടെ പറയുന്നത് കാണാം. ഉമറാക്കൾ ഉലമാക്കളെ, പണ്ഡിതന്മാരെ അനിവാര്യമായും കേൾക്കേണ്ടതാണ്. അതല്ല എങ്കിൽ അത് ദുർഭരണത്തിലേക്കും സ്വേച്ഛാധിപത്യത്തിലേക്കും അനീതിയിലേക്കും നയിക്കുമെന്നാണ്. കാരണം പണ്ഡിതന്റെ ഡ്യൂട്ടിയാണ് ആ സമൂഹത്തിലെ ഭരണകർത്താക്കളെ നേർവഴിയിലാക്കുക. അല്ലെങ്കിൽ പ്രശ്നമുണ്ടാവുന്നത് അത് ഭരണത്തിൽ ഒരുപാട് ദുർഭരണം രൂപപ്പെടുകയും അതിലൂടെ സമൂഹത്തിൽ വളരെ പ്രശ്നഭരിതമായ സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമെന്നൊക്കെ അദ്ദേഹം സിയാസ ഷറഅയിൽ വിശദീകരിക്കുന്നത് കാണാം. അപ്പോൾ ഈ തരത്തിൽ ഭരണകർത്താക്കളെ നിലക്ക് നിർത്തുന്നത് പണ്ഡിതന്മാരുടെ കടമ എന്ന രീതിയിൽ തന്നെയാണ് ഈ ചർച്ചകൾ പോകുന്നത്. പിൽക്കാലത്ത് പോലും നമുക്കറിയാം, ഈ ഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രബോധന രീതി പോലും അന്ന് 1744 ചെറിയൊരു ഭാഗത്തെ ഒരു ലോക്കൽ അമീർ ആയിരുന്ന മുഹമ്മദ് ബിൻ സൗദ് എന്ന് പറയുന്ന ചെറിയൊരു ഭരണാധികാരിയെ ചെന്ന് കാണുകയും അദ്ദേഹത്തോട് ഇദ്ദേഹത്തിൻ്റെ പ്രബോധനം ഏറ്റെടുക്കാൻ പറയുകയും അതിൻ്റെ സഹായം എന്ന നിലയിൽ അമീർ ചെയ്യുന്ന, അതായത് അമീർ സൗദ് എന്ന് പറയുന്ന അദ്ദേഹം ചെയ്യുന്ന എല്ലാ ജിഹാദി പ്രവർത്തനങ്ങൾക്കും സഹായിക്കാമെന്നും ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു ട്രീറ്റി അവിടെ സംഭവിക്കുന്നുണ്ട്. അതായത് അതിലൂടെയാണ് അവർ വളർന്നു വലുതാവുന്നത്. അത് പണ്ഡിതനായ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെ നേതൃത്വത്തിൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം സൗദി അറേബ്യയുടെ രൂപീകരണം പോലും ഉണ്ടാവുന്നത്. ആ തരത്തിൽ നമുക്ക് പിൽക്കാല ആധുനിക സൗദിയുടെ ചരിത്രത്തിൽ പോലും കാണാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു മുന്നോടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഉമറാക്കളും ഉലമാക്കളും തമ്മിലുള്ള, ഭരണകർത്താക്കളും പണ്ഡിതന്മാരും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ, ആഴത്തിലുള്ള ബന്ധത്തിൻ്റെ, ഒരു പൊളിറ്റിക്കൽ അലയൻസിൻ്റെ പോലും സാധ്യതയെക്കുറിച്ച് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്നത്.
ഈ ഒരു പശ്ചാത്തലവും കൂടെ ഉണ്ട് നമ്മൾ ഈ സമരം വിപ്ലവം പോലുള്ള വിഷയങ്ങളിൽ സലഫികൾ ഈ വിഷയത്തോട് ഇത്രത്തോളം ഒരു കണിശമായ നിലപാട് സ്വീകരിക്കാൻ കാരണമാവുന്നത് ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൻ്റെ ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോൾ അതിലെ ആ ഒരു ചർച്ചയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സലഫി ചിന്താ രീതികളിൽ എല്ലാത്തിലും ഭരണകർത്താക്കൾക്കെതിരെ ഒരു ആയുധമെടുത്തുകൊണ്ടിട്ടുള്ള ബഹളമയമായ ഒരു നയനിലപാടുകളെ വളരെ ശക്തമായി തന്നെ തള്ളിക്കളയുന്നത് കാണാം. അത് ഭരണകർത്താക്കൾ അത്രത്തോളം നീതി പുലർത്താൻ കഴിയുന്നില്ലെങ്കിൽ പോലും അയാൾ ജീവിതത്തിൽ കുഫർ, അയാളുടെ ദൈവനിഷേധം, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അധാർമികമായ ജീവിതം, ദൈവനിഷേധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അധാർമികമായ ജീവിതം, ശരീഅത്തിനെയും ഇസ്ലാമിനെയും ഖുർആനിനെയും ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളെയും മാനിക്കാത്ത ഒരു സാഹചര്യം, അങ്ങനെയൊക്കെ രൂപപ്പെടുന്ന ഒരു ക്ലിയറായ കുഫർ വരുമ്പോൾ അതിന് കുഫർ ബവാഹ് എന്ന രീതിയിലാണ് അത് വിളിക്കപ്പെടുന്നത്. അങ്ങനെ ഖുർആന്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അത്രത്തോളം വ്യക്തമാവുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ഒരു തരത്തിലുള്ള ഖുറൂജ്, റെബല്യൻ അംഗീകരിക്കുകയുള്ളൂ എന്ന് സലഫികൾ പൊതുവെ പറയുന്നുണ്ട്. ഇതിന് നേരെ ഓപ്പോസിറ്റായി നമുക്ക് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഖവാരിജുകൾ പൊങ്ങി വരുന്നുണ്ടല്ലോ. അത് ഭരണകർത്താക്കൾ ശരിയായ നിലപാട് അല്ല എടുക്കുന്നത് കണ്ടാൽ അവർക്കെതിരെ ഒരു റിബല്യൻ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് ഖവാരിജുകളുടെയും രീതികളായി നമുക്ക് കാണാം. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് തന്നെ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെ കാഴ്ചപ്പാടുകൾ വിശദീകരിച്ചുകൊണ്ട് തന്നെ ഇതേ കാര്യം പറയുന്നത് കാണാം. ഖവാരിജ് ആരാണെന്നും അവർ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്നൊക്കെ വിശദീകരിക്കുന്ന രചനകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ ഇതിലൊരു പ്രധാനമായ വിഷയം തന്നെ പറയുന്നത്, ഇതിൻ്റെ ഓരോന്നും ഞാൻ എണ്ണി പറയുന്നുണ്ട്, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിലാണ് പറയുന്നത്. മുസ്ലിം ഭരണകർത്താക്കൾക്കെതിരെ ഇങ്ങനെയുള്ള ഒരു റെബല്യം ചെയ്യുന്നത് അതൊരു മുസ്ലിം സമൂഹത്തിൽ വലിയ തരത്തിലുള്ള ഒരു ആപത്ത് വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. അത് മസ്ജിദ് നബവിയിലെ ഖുതുബകളുടെ ഒരു കളക്ഷനുണ്ട്. ആ കളക്ഷന് അവർ പ്രത്യേകം ഇത് എടുത്തു പറയുന്നുണ്ട്. കാരണം സലഫി പണ്ഡിതന്മാർ ഈ ഒരു വിഷയത്തിൽ പ്രധാന ഊന്നൽ കൊടുക്കുന്നത് കാണാം. അത് അവരുടെ ഒരു രീതി പ്രകാരം സമൂഹത്തിലുള്ള ഒരു സ്റ്റെബിലിറ്റിയെ നിലനിർത്തുക എന്നുള്ള അർത്ഥത്തിലാണ് അവർ ഇങ്ങനെയൊക്കെയും ഈ ചിന്ത മുന്നോട്ട് വെക്കുന്നത്. ഒരു തരത്തിലുമുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ, ഒരു ശബ്ദങ്ങളെ അവർ അംഗീകരിക്കാത്തത് പലപ്പോഴും ഈ ശബ്ദങ്ങളെല്ലാം അത് ശക്തിയായി മാറുകയും അത് പലപ്പോഴും ഫിത്ന, സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരും എന്നതുകൊണ്ടാണ് ആ ഒരു മാർഗം അടച്ചു കളയുക എന്ന രീതിയിലാണ് അവർ ഈ നിലപാട് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഖുതുബത്ത് മസ്ജിദ് നബവിയിലെ ഒരു കളക്ഷനിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൽ പറയുന്നത് സലഫി ഒരു ധാരയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഭരണകർത്താക്കൾക്കെതിരെ ഒരിക്കലും റിബൽ ആവുവാനോ അവർക്കെതിരെ യുദ്ധം ചെയ്യാനോ അവരെ എതിർക്കുവാനോ അവരോട് പൊതുവായ ജനകീയ വിരുദ്ധ വികാരം പ്രകടിപ്പിക്കുവാനോ മറ്റുള്ള ജനങ്ങൾക്കിടയിൽ അവർക്കെതിരെ മോശമായ ഇമേജ് ഉണ്ടാക്കുന്നത് പോലും ഒരിക്കലും അനുവദനീയമല്ല എന്ന രീതിയിലാണ് ഇത് പറയുന്നത്. ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പോലും അതെന്താണ്, ഇങ്ങനെയുള്ള നാടുകളുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അതോടുകൂടി നാട്ടിൽ ഒരുപാട് തരം വിഭാഗീയതയും പ്രശ്നങ്ങളും അതുപോലെ തന്നെ സംഘർഷാവസ്ഥയും ഹിംസയും അനീതിയും ഇങ്ങനെയുള്ള അനാർക്കിയയും നഷ്ടവും നശീകരണവും ഒക്കെ രൂപപ്പെടുത്തുവാൻ ഇത് കാരണമാകും എന്നാണ് ഈ ഒരു ഫത്വകളിൽ, ഇവരുടെ ഖുതുബകളിൽ അത് പ്രത്യേകം എടുത്ത് പറയുന്നത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരൊറ്റ സാഹചര്യത്തിൽ മാത്രമാണ് ഈ സലഫി കാഴ്ചപ്പാടുകളിൽ ഭരണകർത്താക്കളെ നീക്കം ചെയ്യാൻ പറ്റുന്നത്. അത് നേരത്തെ വിശദീകരിച്ചതുപോലെ ഖുർആന്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ആ ഭരണാധികാരിയുടെ സ്വഭാവത്തിൽ നിന്നും പ്രകൃതത്തിൽ നിന്നും നയനിലപാടുകളിലും കുഫർ വ്യക്തമാവുന്നത് എപ്പോഴാണോ അപ്പോൾ മാത്രമേ അയാളെ നീക്കാൻ പറ്റുള്ളൂ എന്ന് അവർ പ്രത്യേകത്ത് പറയുന്നുണ്ട്. അല്ലെ അഅ്തിഖാദ് അഹ്ലുസുന്ന ശർഹ് അസ്ഹാബുൽ ഹദീസ് എന്ന് പറയുന്ന രചനയിൽ ഈ ഒരു വിഷയം പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അതായത് ഷെയ്ഖുൽ ഇസ്ലാം അബൂ ഉസ്മാൻ സാബൂനി അദ്ദേഹം ഈ ഒരു വിഷയം പ്രത്യേകം എടുത്ത് പറയുന്നത് കാണാം. ഒരിക്കലും ഇങ്ങനെയുള്ളവരെ വാളുകൊണ്ടോ മറ്റോ നീക്കാൻ കഴിയുകയില്ല. അവരോട് നമുക്ക് ആ കൂടി നസീഹത്ത് നൽകാൻ മാത്രമേ കഴിയുള്ളൂ. പക്ഷേ ഈ കുഫർ വ്യക്തമാവുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ അത് ഈ വിഷയത്തിൽ പെടുന്നതല്ല. ലൈസ മിൻ ഹാദൽ ബാബ് ബൽ ഹാദാ മിൻ ജിഹാദ് ഫി സബീലില്ലാ, അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിൽ പെടുന്നതാണ് എന്ന രീതിയിൽ അദ്ദേഹം അത് വിശദീകരിക്കുന്നത് കാണാം. അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിലെ പ്രധാന ഇനങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെ മേഖലയിലാണ് ഈ പ്രൊട്ടസ്റ്റ് അതുപോലെ തന്നെ ഈ തരത്തിലുള്ള വിപ്ലവാത്മകമായ പ്രവർത്തനങ്ങൾ, പ്രതിഷേധങ്ങൾ, പ്രക്ഷോഭങ്ങൾ തടയപ്പെടുന്നത് എന്ന്
വിശദീകരിക്കുന്നത് നമുക്ക് നോക്കാം. കാരണം ഈ സലഫി മെത്തഡോളജി പ്രകാരം സലഫു സാലിഹിൻ്റെ രീതി ഇതായിരുന്നു എന്നതാണ് അവരതിനെ വിശദീകരിക്കാൻ പ്രധാനമായും ഉപയോഗിക്കുന്നത്. കാരണം അതിൽ പറയുന്നത് മുൻകാല സമൂഹങ്ങളൊന്നും ഈ തരത്തിലുള്ള ഭരണകർത്താക്കൾക്കെതിരെ അവരുടെ ഖലീഫമാർക്കെതിരെ ഒരു പബ്ലിക്കായ ഡെമോൺസ്ട്രേഷൻ ചെയ്തില്ല എന്ന രീതിയിലാണ് ഇവർ അഭിപ്രായം പറയുന്നത്. അതുപോലെ തന്നെ ഷേഖ് ഇബ്നു ഉസൈമീൻ അദ്ദേഹത്തിൻ്റെ ലിഖാ ഉൽ ബാബുൽ മഫ്തൂഹ് എന്ന് പറയുന്ന രചനയിൽ ഈ ഒരു വിഷയം പറയുന്നുണ്ട്. നമ്മൾ സലഫികളെയാണ് പിൻപറ്റേണ്ടത്. അത് സലഫികളുടെ ജീവിതത്തിൽ എന്താണ് ഉള്ളത് ഉണ്ടെങ്കിൽ അത് നല്ലതാണ്, അവരുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അത് വളരെ പൈശാചികമായിരിക്കും. അതുകൊണ്ട് തന്നെ അവരാരും ഇതേപോലെ ഡെമോൺസ്ട്രേഷൻ ചെയ്തില്ല. ഈ ഡെമോൺസ്ട്രേഷനെല്ലാം പരമാവധി ഈ നാശത്തിലേക്കൊക്കെയാണ് പോകുന്നത്. എന്നിട്ട് ഇബ്നു ഉസൈമീൻ പ്രത്യേകം എടുത്ത് പറയുന്നൊരു കാര്യമുണ്ട്. അത് ഭരണാധികാരി അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ശരി, ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത് എല്ലാം നാശകരം തന്നെയാണ്. ഫൽ മുദാഹറാത്തു കുല്ലുഹാ ഷർറുൻ, അദ്ദേഹം പറയുന്നത് എല്ലാം ഉപദ്രവകരമാണ്. എല്ലാ തരത്തിലുമുള്ള മുദാഹറാത്ത് പ്രകടനങ്ങളെല്ലാം ഉപദ്രവകരമാണ് എന്ന രീതിയിലാണ് ഷെയ്ഖ് ഉസൈമീൻ വിശദീകരിക്കുന്നത്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ആയിഷ റളിയല്ലാഹു അൻഹയും ബാക്കിയുള്ള സഹാബിമാരുമെല്ലാം അലി റളിയല്ലാഹു അൻഹുവിനെതിരെ യുദ്ധപ്പുറപ്പെടുവാൻ നടത്തിയതും അവർക്ക് അതിൻ്റെതായ കാരണങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണല്ലോ എന്നുള്ള ചർച്ചയിലൊക്കെയും വളരെ മറ്റൊരു തരത്തിലുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് ഈ വിഷയത്തിൽ അവർക്കുള്ളത്. അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ ഒരു നിരീക്ഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ. മറ്റൊന്ന്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ തന്നെ അദ്ദേഹത്തിൻ്റെ ഫത്വകളിൽ ഈ ഒരു വിഷയത്തെ കൂടുതലായി തന്നെ പറയുന്നത് കാണാം. അദ്ദേഹം പറയുന്നത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ കാഴ്ചപ്പാട് തന്നെ, ഏറ്റവും പ്രമുഖമായ കാഴ്ചപ്പാട് പ്രകാരം തന്നെ ഒരു തരത്തിലുമുള്ള റിവോൾട്ട്, ഈ ഹുറൂജ് അത് അംഗീകരിക്കാൻ പാടില്ല. അവർക്കെതിരെ ആയുധമെടുത്ത് യുദ്ധം ചെയ്യാൻ പാടില്ല. ഇനി അഥവാ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അനീതി ആണെങ്കിൽ പോലും അപ്പോഴും നമ്മൾ ആ വിഷയത്തിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മൾ അങ്ങനെ ഒരു പുറപ്പെടുകയാണെങ്കിൽ, അദ്ദേഹം പറയുന്നത് പുറപ്പെടുകയാണെങ്കിൽ കൂടുതൽ ഇൻജസ്റ്റിസ്, അനീതി ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോവുക. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള ഇടപാടുകളിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് പോലും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യക്ക് പോലും ഉള്ളതായി നമുക്ക് അദ്ദേഹത്തിൻ്റെ ഫത്താവ അൽ അഇമ്മ ഫി നവാസിലുൽ മുസ്ലിമ എന്ന് പറയുന്ന ആ രചനയിൽ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാം. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞൊരു വിശദീകരണമുണ്ടല്ലോ, അസിയാസ ശർഇയ്യ എന്ന് പറയുന്ന രചനയിലും അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഇബ്നു തൈമിയ്യ ഹയാത്തുഹു വ അസ്റുഹു വ ആറാഹു വ ഫിഖ്ഹു എന്ന് പറയുന്ന മുഹമ്മദ് അബൂ സഹറ എഴുതിയ രചനയിൽ ഇബ്നു തൈമിയ്യയുടെ ജീവിതവും പൈതൃകവും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും അദ്ദേഹത്തിൻ്റെ ഫിഖ്ഹും എന്ന് പറയുന്ന രചനയിൽ മുഹമ്മദ് അബൂ സഹറ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ വിശദീകരിക്കുന്നുണ്ട്. ഇതേ കാഴ്ചപ്പാടുകൾ നമുക്ക് മറ്റൊരു ഭാഷയിൽ സിയാസ ശർഇയ്യയിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം രചനയിൽ, ഇബ്നു തൈമിയ്യയുടെ സ്വന്തം രചനയായ സിയാസ ശർഇയ്യയിൽ നമുക്ക് കാണാം. അദ്ദേഹം ഇത് പറയുന്നത് ഒരു തരത്തിലും വിപ്ലവവും പ്രക്ഷോഭങ്ങളിലേക്ക് പോകുന്നതിന് പകരം ഫിത്തിനെ പരത്താതെ പണ്ഡിതന്മാരുടെ ഡ്യൂട്ടിയായിട്ട് അവർ തിരഞ്ഞെടുക്കേണ്ട വിഷയമാണ്. അത് അവരെടുത്താൽ മാത്രമേ ഫഹുവ യൂജബു അലൽ ഉലമ, അദ്ദേഹം പറയുന്നത് പണ്ഡിതന്മാർക്ക് മേൽ നിർബന്ധമാക്കപ്പെട്ട കാര്യമാണ് ഭരണകർത്താക്കളെ നന്നാക്കുക എന്നത്. അത് അവരാണ് ഭരണകർത്താക്കൾക്ക് ബി കലിമാത്തുൽ ഹഖ് വൽ അദ്ൽ വൽ ഇർഷാദ്, സത്യത്തിൻ്റെയും നീതിയുടെയും സന്മാർഗത്തിൻ്റെ ദർശനത്തിൻ്റെയൊക്കെ പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ വാലിമീങ്ങളായ ഹുക്കാമുകളെ, ഭരണകർത്താക്കളെ നന്നാക്കേണ്ടത് ഉലമാക്കളുടെ ഉത്തരവാദിത്തമാണ് എന്നാണ് അദ്ദേഹം പ്രത്യേകം എടുത്ത് പറയുന്നത്. അതൊരിക്കലും എന്താവാൻ പാടില്ല, അത് ഫിത്നയ്ക്കോ അതിലേക്ക് നയിക്കുന്ന പ്രശ്നങ്ങളിലേക്കോ കൊണ്ടുപോകാൻ പാടില്ല എന്നും ഇബ്നു തൈമിയ്യ പറയുന്നതായിട്ട് ഈ രചനയിൽ നമുക്ക് കാണാം. എന്നിട്ട് അതേ ഇബ്നു തൈമിയ്യ തന്നെ പറയുന്നുണ്ട്, നേരത്തെ വിശദീകരിച്ച പോലെ കുഫ്റുൻ ബവാഹ് എന്ന് പറയുന്ന വളരെ വ്യക്തമായ കുഫറാണ് പ്രകടനമെങ്കിൽ അയാളെ നീക്കാൻ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അധികാരമുണ്ട് എന്നും അദ്ദേഹം പറയുന്നത് കാണാം. അതുപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഈ ഒരു വിഷയത്തിൽ വേറെയും ശക്തമായ അഭിപ്രായം പറയുന്നുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് പ്രകാരം ഈ ഒരു ഹദീസ് ഉണ്ടല്ലോ, അഫ്ദലുൽ ജിഹാദ്, ഏറ്റവും പ്രമുഖമായ ഏറ്റവും ശ്രേഷ്ഠപരമായ ജിഹാദ് ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഖൗലു ഹഖ്ൻ ഇൻദ സുൽത്താനിൻ ജാഇർ, അത് സുൽത്താനിൻ ജാഇർ, അക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിൽ സത്യം വിളിച്ച് പറയലാണ്. പക്ഷേ ആ അഫ്ദലുൽ ജിഹാദ് കലിമത്ത് ഹഖ്ൻ ഇൻദ സുൽത്താനിൻ ജാഇർ എന്ന് പറയുന്നത്, അതിനെ ഇബ്നു തൈമിയ്യ വിശദീകരിക്കുന്നത് പണ്ഡിതന്റെ ഉത്തരവാദിത്തം എന്ന നിലയിലാണ്. എല്ലാ ജനങ്ങളുടെയും ഒരു ഡ്യൂട്ടിയായിട്ട് ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന രീതിയിലാണ്
ഇവിടെയും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ആ ഒരു വിഷയത്തിൽ വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇബ്നു ബാസിനെ പോലുള്ള പണ്ഡിതന്മാരും ആധുനിക പണ്ഡിതന്മാരും എണ്ണി പറയുന്നൊരു കാര്യമുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നം കാണുകയാണെങ്കിൽ, ഭരണകർത്താക്കളുടെ ജീവിതത്തിലും ന്യായനിലപാടിലും പ്രശ്നം കാണുകയാണെങ്കിൽ അവിടെ അപ്പോഴും അവരുടെ അനുസരണം വ്യക്തമാക്കുകയും വേണമെന്നും, അതുപോലെ തന്നെ ഭരണകർത്താക്കളെ സ്വകാര്യമായിട്ടാണ് അവരെ ഉണർത്തേണ്ടതെന്ന് എന്ന രീതിയിലാണ് ഇബ്നു ബാസിനെ പോലുള്ള പണ്ഡിതന്മാർ പോലും അതെടുത്ത് പറയണത്. അദ്ദേഹം പറയണത് ഈ ഡ്യൂട്ടി എന്ന് പറയുന്നത് അവരുടെ പബ്ലിക്കായി എടുത്ത് തള്ളിക്കളയുകയോ വയലൻസിലേക്ക് ക്ഷണിക്കുകയോ ചെയ്യുന്നതിന് പകരം അവരെ രഹസ്യമായിട്ടാണ് അവർ ചെയ്യേണ്ടത്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് അദ്ദേഹം ഉദ്ധരിക്കുന്നത് കാണാം. മൻ റഅ മിൻ അമീരിഹി ഷൈഅൻ മിൻ മഅസിയത്തില്ല, ആരെങ്കിലും അവൻ്റെ അമീറിൻ്റെ പക്കൽ നിന്ന് അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഫൽ യക്റഹു മാ യഅതി മിൻ മാസിയത്തില്ല, അത് അവൻ വെറുക്കട്ടെ. ലെറ്റ് ഹിം ഹേറ്റ് വാട്ട് ഈസ്, അതായത് അവൻ വെറുക്കട്ടെ. പക്ഷേ അതേസമയം വല യൻസു അൻ യദൻ മിൻ തആതി, അതായത് അയാളുടെ അനുസരണത്തിൽ നിന്ന് കൈവലിക്കാൻ പാടില്ല, അതായത് അനുസരണക്കേട് കാണിക്കാൻ പാടില്ല, പകരം അത് വെറുത്തുകൊള്ളട്ടെ, അത് കുഴപ്പമില്ല. അപ്പം ഈ ഒരു ഹദീസിനെ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ഇവർ പറയുന്നത്, ഒരു തരത്തിലുമുള്ള ഒരു പബ്ലിക് ന്യൂആൻസസിലേക്ക് പോകാൻ പാടില്ല, അതൊരു പബ്ലിക് പ്രൊട്ടസ്റ്റിലേക്ക് പോകാൻ പാടില്ല, അത് രഹസ്യമായി കൊള്ളട്ടെ എന്നാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസിൽ, ഞാൻ നേരത്തെ വിശദീകരിച്ച ഹദീസ് ഉണ്ടല്ലോ, അഫ്ദുൽ ജിഹാദ് കലിമത്ത് ഹക്കിൻ എന്ന് പറയുന്ന ഹദീസ്, അത് ഹദീസിന് പണ്ഡിതന്മാർ പൊതുജനങ്ങൾക്കുള്ളതാണ്, അതല്ലാതെ അത് ഏതെങ്കിലും വിഭാഗം പണ്ഡിതന്മാർക്കുള്ളതല്ല എന്ന് വിശദീകരിച്ചത് കൊണ്ട് എല്ലാവർക്കും അത് ആ ഒരു ശബ്ദം ഉയർത്താൻ അനുവദനീയമാണ് എന്ന് പറയുന്ന ചർച്ചകളും കാണാം. നമുക്കതിലേക്ക് പിന്നീട് കടന്നു വരാം. അതേപോലെ തന്നെ മറ്റൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവർ ഈ ഒരു വിഷയത്തിൽ കാഫറിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഭരണകർത്താവിനെതിരെ യുദ്ധം ചെയ്യാൻ അനുവാദമുള്ളൂ എന്ന് അവർ പ്രത്യേകം എടുത്ത് പറയുന്നത് കാണാം. ഇതിനൊക്കെ മെയിൻ കാരണം എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ മുസ്ലിം സമൂഹത്തിൽ സംഭവിച്ചതുപോലുള്ള ഒരു ഡിവിഷനും ഉണ്ടാവാൻ പാടില്ല. അതിന് പകരം ആ ഭരണകർത്താക്കളെ നന്നാക്കിയിട്ട് ഭരണം നന്നാക്കുക എന്നൊരു കാഴ്ചപ്പാടാണ് ഇവർ സ്വീകരിച്ചിട്ടുള്ളത്. അത് ജുഹൂദുൽ അയിമ്മ ദഅവ സലഫിയ ബി നജ്ദ് എന്ന് പറയുന്ന ഡോക്ടർ സാലിഹ് ബിൻ അബ്ദുള്ള അൽ ഫുറൈഹിൻ്റെ കിതാബിൽ അദ്ദേഹം ഈ ഒരു കാര്യങ്ങൾ മുഴുവൻ സലഫി പണ്ഡിതന്മാരുടെയും കാഴ്ചപ്പാടുകളെ ചുരുക്കി പറയുന്നത് കാണാം. ഭരണകർത്താക്കളെ എതിർക്കുന്നതോ അവരെ സംശയിക്കുന്നതോ അവർക്കെതിരെ എന്തെങ്കിലും കുറ്റായ കാര്യങ്ങൾ ആരോപിക്കുന്നതിലോ, അത് ശരിയോ തെറ്റോ എന്താണെങ്കിൽ പോലും ആരോപണങ്ങൾ ഉണ്ടാവുന്നതൊക്കെയും അത് നല്ല കാര്യമല്ല എന്നും, അത് പലപ്പോഴും എന്താണ് സംഭവിക്കുക, കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് സമൂഹത്തെ കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം അത് എഴുതുന്നത് കാണാം. ഇങ്ങനെയുള്ള സമീപനങ്ങളാണ് പൊതുവെ സലഫി ധാര വലിയ വ്യത്യാസങ്ങളില്ലാതെ പൊതുവായി സ്വീകരിക്കുന്നത്. നമുക്ക് സൗദി അറേബ്യയുടെ ചരിത്രത്തിൽ പോലും ചില ഉദാഹരണങ്ങളുണ്ട്. 1964 അന്നുണ്ടായിരുന്ന കിങ് സൗദ്, അതായത് സൗദ് ബിൻ അബ്ദുൽ അസീസിൻ്റെ മകൻ സൗദ്, അദ്ദേഹം വളരെ ആ ഭരണകർത്താവ് എന്ന നിലയിൽ പരാജയമായിരുന്നുവെന്നും സാമ്പത്തികമായ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായെന്നും അതിൻ്റെ മൂലം ഭരണം ശരിയായ വിധം നടപ്പിലാവാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോൾ അവിടെയുള്ള പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടുകയും ഭരണകർത്താവിനെ നീക്കിക്കൊണ്ട് കിങ് ഫൈസലിനെ അധികാരമേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു ചരിത്രം പോലുമുണ്ട്. അതായത് സൗദി അറേബ്യയുടെ ആധുനിക, നമുക്ക് 50 വർഷം മുമ്പുള്ള ചരിത്രത്തിൽ പോലും നമുക്ക് എന്ത് കാണാം, ഈ തരത്തിലുള്ള പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ സൗദി അറേബ്യയുടെ പോലും അധികാരം നീക്കുന്ന ഒരു ഉദാഹരണം പോലും കാണാം. അപ്പോൾ ഇതൊക്കെയും ചേർത്ത് വെച്ച് കൊണ്ട് വേണം സൗദി എന്ന് പറയുന്ന രാഷ്ട്രത്തെയോ അല്ലെങ്കിൽ സലഫിസം എന്ന് പറയുന്ന ഒരു വിഷയത്തെയോ നമ്മൾ കാണേണ്ടത്. കാരണം പലപ്പോഴും അവരുടെ തന്നെ തീരുമാനങ്ങൾ ചില നിർബന്ധിതാവസ്ഥയിലേക്ക് പോലും പോകുന്നത് നമുക്ക് കാണാം. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇതിന് വ്യത്യസ്തമായി ചിന്തിച്ച ആൾക്കാരുടെ നിരീക്ഷണങ്ങളും കൂടി നമുക്ക് പങ്കുവെക്കേണ്ടതുണ്ട്. അതിലൊന്നാണ് സൗദി അറേബ്യയിലെ തന്നെ പ്രമുഖനായ വിമത പണ്ഡിതനായ സൽമാനുൽ ഔദ എന്ന് വിളിക്കപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ. അദ്ദേഹത്തിന് അൽ അസ്ഇലത്തു സൗറ എന്ന് പറയുന്ന ദ ക്വസ്റ്റ്യൻസ് ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്ന ഒരു രചന പോലുമുണ്ട്. 2012 അത് പബ്ലിഷ് ചെയ്യപ്പെട്ടത്. ഇത് സാധാരണ സലഫി പൊസിഷനിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അദ്ദേഹം പറയുന്നത് പബ്ലിക് പ്രൊട്ടസ്റ്റുകളും അതുപോലെ തന്നെ റെവല്യൂഷനും അതിന് വളരെ ലെജിറ്റിമേറ്റ് ആയ അർത്ഥങ്ങൾ തന്നെയുണ്ട്. ഭരണകൂടത്തിലുണ്ടാവുന്ന അനീതികളെയും
ആ അവകാശ നിഷേധത്തിനെയൊക്കെ മറികടക്കുവാൻ അത് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ഒരു മാർഗത്തെ ഒരു മൂന്നാം രീതി എന്ന രീതിയിലാണ് അദ്ദേഹം പരിചയപ്പെടുന്നത്. കാരണം ഭരണകർത്താക്കൾക്കെതിരെ ആയുധമെടുക്കുന്നതും അല്ലെങ്കിൽ ഭരണകർത്താക്കൾക്കെതിരെ ഒന്നും മിണ്ടാതെ അയാളെ രഹസ്യമായി ഉപദേശിക്കുന്ന രീതിയും ഈ രണ്ട് എക്സ്ട്രീമിനേക്കാളും വേണ്ടത് ഒരു മൂന്നാമത്തെ വഴിയാണെന്നും ആ മൂന്നാമത്തെ വഴി എന്ന് പറയുന്നത് വളരെ സമാധാനപരമായ എന്നാൽ ജനങ്ങളെ മുഴുവൻ ഒരുമിച്ച് കൊണ്ടിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള രാഷ്ട്രത്തിലെ പരിഷ്കരണത്തിനും നവോത്ഥാനത്തിനും വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നല്ലതാണ്, അത് അനുവദനീയമാണ് എന്ന രീതിയിലാണ് അദ്ദേഹം ഇത് സമർത്ഥിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ സാധാരണ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രക്ഷോഭമോ സമരമോ എല്ലാം ഫിത്നയോട് ചേർത്ത് വായിക്കുന്ന ഒരു സ്വഭാവം സലഫി പണ്ഡിതന്മാർക്ക് ചരിത്രപരമായിട്ടുണ്ട്. എന്നാൽ അതിനെതിരെ അദ്ദേഹം പറയുന്നത് ഈ ഐഡിയ എന്ന് പറയുന്നത് കുറച്ചും കൂടി തിരുത്തേണ്ടതുണ്ട്. കാരണം പലപ്പോഴും രാഷ്ട്രീയപരമായ അടിച്ചമർത്തലും അനീതിയും ഈ ഒരു തരത്തിലുമുള്ള നവോത്ഥാനത്തിൻ്റെ സാന്നിധ്യം പോലും ഇല്ലായ്മയും അത് കാരണമാകും. അതിന് പകരം സമൂഹത്തിൻ്റെ ഉടച്ചു വാർക്കലിന്, റീകൺസ്ട്രക്ഷനും സമൂഹത്തിൻ്റെ നവോത്ഥാനത്തിനും ഈ തരത്തിലുള്ള പീസ്ഫുള്ളായ സമാധാനപരമായ പ്രക്ഷോഭങ്ങളും സമരരീതികളും അനിവാര്യമായി വരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ രചനയിൽ അദ്ദേഹം ഷാക്കസ് റൂസോനെ പോലുള്ള നിരവധി വെസ്റ്റേൺ സ്കോളേഴ്സിൻ്റെ ചിന്തകളും അതുപോലെ തന്നെ കാൾ മാർക്സിന് അടക്കമുള്ള വർത്തമാനങ്ങളൊക്കെയും ഇതിൽ ഉൾപ്പെടുത്തുന്നത് നമുക്ക് കാണാം. അവരുടെയൊക്കെ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ആ ഒരു തിയറിയെ മുന്നിൽ വെച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ ഒരു പൊളിറ്റിക്സിലും അവിടുത്തെ വികസനത്തിലും സമൂഹത്തിൻ്റെ കൂടി ഒരു സ്വാധീനത്തെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഭാഗമായി ഈ അവിടുത്തെ രാജവംശത്തിന്, മുലൂക്കിയത്തിന് അവർ അധികാരം ചുരുക്കേണ്ടതുണ്ട് എന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഇവിടെ ഒരു വളരെ രസകരമായ ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ ഈ അസ്ഇലത്ത് സൗറ, അദ്ദേഹത്തിൻ്റെ ഈ ക്വസ്റ്റ്യൻസ് ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്ന രചന ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടാൻ ഒരു കാരണം അദ്ദേഹം ഈ സോഷ്യൽ കോൺട്രാക്റ്റ് പോലുള്ള വെസ്റ്റേൺ ഫിലോസഫേഴ്സിൻ്റെ ചിന്തകളെ ഈ അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിക ചിന്തകളുമായി ബന്ധപ്പെടുത്തി വിശദീകരിച്ചു എന്നത് ഈ കിതാബിനെ തള്ളിക്കളയാൻ കാരണമായി എന്നതുപോലും നമുക്ക് ഈയിടയിൽ ഇതിൻ്റെ ഒരു ചരിത്രം വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നൊരു വസ്തുതയാണ്. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓട്ടോക്രസീനെ തള്ളിക്കളയുകയും മുസ്ലിം സമൂഹത്തിലെ എല്ലാവർക്കും ഒരുപോലെ വോയിസ് ഉണ്ടാക്കാനും ശബ്ദമുണ്ടാക്കാനും അവർക്കാവശ്യമായ വാല്യൂകൾ നടപ്പിലാക്കാനും സാധിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടണമെന്ന് സൽമാൻ ലൗദ പറയുന്നുണ്ട്. അതിനു വേണ്ടി ഡെമോക്രസി എന്ന് പറയുന്ന സിദ്ധാന്തം എന്നതിനേക്കാളും അപ്പുറം ഡെമോക്രസി എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ടൂൾ ഉണ്ടല്ലോ, അതുപോലും ജനങ്ങൾക്ക് ഉപയോഗിക്കാമെന്നും അതിലൂടെ ഒരു തരത്തിലുള്ളൊരു നീതിയിൽ അടിസ്ഥിതമായ ഒരു ഭരണം രൂപീകരിക്കാമെന്ന് പോലും സൽമാൻ ലൗദ പറയുന്നത് നമുക്ക് കാണാം. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഈ റെവല്യൂഷൻ അനിവാര്യമായി വരുന്നത്? ഈ ജനങ്ങൾക്കിടയിൽ അവിടെ എല്ലാവർക്കും ഒരുപോലെ ഒന്നിക്കാൻ പറ്റുന്ന ഷെയർഡ് നാഷണൽ പ്രൊജക്റ്റ് ഇല്ലാതിരിക്കുന്നു. എല്ലാവരെയും ഒരു രാഷ്ട്രത്തിൻ്റെ വികാസത്തിനും വളർച്ചയ്ക്കും അതിന് താല്പര്യമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു അവബോധമില്ലാതിരിക്കുന്നു. അത് മാത്രമല്ല, ഒരു കുടുംബത്തിൻ്റെ കയ്യിലേക്ക് മാത്രം, ചില ആൾക്കാരുടെ കയ്യിലേക്ക് മാത്രം അധികാരം സ്വരൂപിക്കപ്പെടുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ വിവിധ തരത്തിലുള്ള അഴിമതികൾ വളരുന്നു. ആ അഴിമതി വളരുന്നതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ ദാരിദ്ര്യങ്ങൾ ഉണ്ടാവുന്നു. അതിൻ്റെ കൂടെ ഈ തരത്തിലുള്ള ഒരു അധികാര കേന്ദ്രീകരണം സംഭവിക്കുന്നതോടുകൂടി പലവിധ സ്വാതന്ത്ര്യങ്ങളും ഹനിക്കപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിലാണ് റെവല്യൂഷൻ അനിവാര്യമായി വരുന്നതെന്ന് അദ്ദേഹം പറയുന്നത് കാണാം. ഒരുപക്ഷെ ഈ നിലപാടുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ രചന ഉടനെ തന്നെ നിരോധിക്കപ്പെടുകയും അതുപോലെ സൽമാൻ ലൗദ എന്ന് പറയുന്ന അദ്ദേഹത്തെ തന്നെ പല ഘട്ടങ്ങളിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ സൗദിയിലെ സൽമാൻ ലൗദയുടെ നേതൃത്വത്തിൽ രൂപപ്പെട്ട സലഫി ധാരയെ നമ്മൾ പിന്നീട് വിശദമായി സംസാരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത്, സൽമാൻ ലൗദ എന്ന് പറയുന്ന ഒരു സലഫി ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു ചിന്തകൻ്റെ, ഒരു പണ്ഡിതൻ്റെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് പോലും ഈ ഒരു വിഷയത്തിൽ ഉണ്ട് എന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ സലഫി മെത്തേഡുകൾ പ്രത്യേകിച്ച് ജീവിതത്തിൽ സൂക്ഷിക്കുന്ന, അതേപോലെ തന്നെ ഹനഫി ഈ മദ്ഹബിൻ്റെ പ്രധാന പണ്ഡിതനായിരുന്ന മൗലാന മൗദൂദി പോലും റബലിനെ കുറിച്ച് സംസാരിക്കുന്നത് നമുക്ക് കാണാം. കാരണം മൗദൂദി സാഹിബിനെ സംബന്ധിച്ചിടത്തോളം ഇതേ വിഷയം തന്നെയാണ് അദ്ദേഹവും പറയുന്നത്. അതായത്
സൽമാനുൽ ഔദ പറഞ്ഞതുപോലെ അതിനു മുമ്പാണല്ലോ മൗലാന മൗദൂദി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്ന ഒരു സമൂഹത്തിൻ്റെ റിഫോം, അവിടുത്തെ സാമൂഹിക പരിവർത്തനം, അതിനൊക്കെ വേണ്ടിയിട്ട് സ്വാഭാവികമായും അവിടുത്തെ രാഷ്ട്രീയപരമായ മാറ്റങ്ങൾക്ക് വേണ്ടി പണിയെടുക്കേണ്ടതുണ്ട്. എന്നാൽ അതൊരു വയലൻ്റായ, അതൊരു ഹിംസാത്മകമായ ഒരു രീതിയിലൂടെ അല്ല. പകരം ബൗദ്ധികമായ, ഇൻ്റലക്ച്വലായ, സാമൂഹികമായ, സമാധാനപരമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെയാണ് അത് സാധ്യമാവുകയുള്ളൂ എന്ന് മൗലാന മൗദൂദി പറയുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹത്തോട് തന്നെ ഒരാൾ ചോദിക്കുന്നുണ്ട്, അതായത് പട്ടാള അട്ടിമറിയുടെ സാധ്യതയെക്കുറിച്ച് ചോദിക്കുമ്പോൾ മൗദൂദി സാഹിബ് തള്ളിക്കളയാണ് ചെയ്യുന്നത്. ക്ഷണികമായ പല വിപ്ലവങ്ങളും അത് വലിയ നാശത്തിലേക്കാണ് നയിക്കുക എന്ന് പറയുന്നത് നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലും മറ്റും കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ മൗലാന മൗദൂദിയുടെ റിബല്യൻ എന്ന് പറയുന്നത് സമൂഹത്തിലുള്ള വിദ്യാഭ്യാസവും പൊതുജനങ്ങൾക്കിടയിലുള്ള അവബോധം വളർത്തലും സാമൂഹികപരമായിട്ടുള്ള സമരങ്ങളിലൂടെ സമൂഹത്തിൽ മാറ്റം, പരിവർത്തനം സംജാതമാക്കുക എന്ന രീതിയിലാണ് മൗലാന മൗദൂദി ചിന്തിച്ചത് പോലും. കാരണം അവിടെ ഉണ്ടായിരുന്ന ഇന്ത്യയിൽ നിന്ന് ഇന്ത്യ രൂപപ്പെട്ടതിന് ശേഷം പാകിസ്ഥാനിലേക്ക് പോയതിനു ശേഷം സംഭവിച്ച എല്ലാ മാറ്റങ്ങളിലും മൗലാന മൗദൂദി ജനമധ്യത്തിൽ തന്നെ ആയിരുന്നു, പ്രക്ഷോഭങ്ങളിലായിരുന്നു. പക്ഷെ അതൊരിക്കലും അത് സായുധമായിരുന്നില്ല. ആയുധമെടുക്കുന്ന ഒരു അനക്കത്തെയും മൗദൂദി സാഹിബ് അംഗീകരിച്ചുമില്ല, അത് അനുവദിച്ചിരുന്നുമില്ല എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അപ്പോൾ ഈ ഒരു തരത്തിൽ മൗലാന മൗദൂദിനെ ഞാനിവിടെ ഉൾപ്പെടുത്തിയത് ഒരു സലഫി അപ്രോച്ച് തന്നെ സ്വാഭാവികമായുള്ളൊരു പണ്ഡിതൻ എന്ന നിലയിലും, അതുപോലെ തന്നെ എന്നാൽ വ്യത്യസ്തമായ നിലപാടുകൾ ഉൾക്കൊണ്ട, അതിൻ്റെ പേരിൽ തന്നെ സംഘടന രൂപീകരിച്ച ഒരാളെന്ന നിലയിലുമാണ് മൗദൂദിനെ ഇവിടെ ഉൾക്കൊള്ളിച്ചത്. മറ്റൊന്നാണ് ആധുനിക പണ്ഡിതന്മാരിൽ പ്രമുഖനായ യൂസുഫുൽ ഖർളാവിയുടെ കാഴ്ചപ്പാട്. യൂസുഫുൽ ഖർളാവിയുടെ നിലപാടുകൾ അത് അറേബ്യൻ ലോകത്ത് വളരെ ശക്തമായ സ്വാധീനം ചെലുത്തിയതാണ്. അദ്ദേഹത്തിൻ്റെ രചനകളും അദ്ദേഹത്തിൻ്റെ ചിന്തകളും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും നമുക്ക് ഇപ്പോഴും നമുക്ക് ലഭ്യമാണ്. അതായത് ബാക്കിയുള്ള എല്ലാ അറേബ്യൻ പണ്ഡിതന്മാരും തങ്ങളുടെ മേലിലുള്ള ഭരണകർത്താക്കളെ വിമർശിക്കാൻ പോലും ഭയന്നപ്പോൾ തൻ്റെ മുമ്പിലിരിക്കുന്ന ഖത്തർ ഭരണാധികാരികളെ മുഖത്തു നോക്കി വിമർശിക്കാൻ സാധിച്ച ഒരേ ഒരു പണ്ഡിതൻ അത് ഖർളാവി മാത്രമായിരുന്നു. അറേബ്യൻ പണ്ഡിതന്മാരെയും ഇസ്ലാമിക ലോകത്തെ വിവിധ ഭരണകർത്താക്കളെയും ശക്തമായി വിമർശിച്ച ഒരേ ഒരാൾ ഖർളാവി മാത്രമാണ്. ആ ഒരു തരത്തിൽ നിലപാടെടുക്കുവാൻ ഒരു പണ്ഡിതനും സാധിച്ചിരുന്നില്ല എന്നതും കൂടി നമുക്കറിയാം. ഒരു പക്ഷേ ഖത്തരി ഭരണകർത്താക്കൾ ഖർളാവിക്ക് ആ ഒരു സ്ഥാനം കൂടി നൽകി എന്നതും കൂടി മറ്റൊരു വിഷയം കൂടിയിട്ടാണ്. കാരണം അവരുടെയൊക്കെ ഒരു മെന്റർ എന്ന നിലയിലായിരുന്നു യൂസുഫ് ഖർളാവി ഉണ്ടായിരുന്നത്. ഖത്തർ പോലും ഒരു സലഫി അപ്രോച്ച് സ്വീകരിക്കുന്ന രാഷ്ട്രമാണല്ലോ. ആ രാഷ്ട്രത്തിൽ വെച്ചുകൊണ്ട് തന്നെയാണ് യൂസുഫ് ഖർളാവി പറയുന്നത്, ജനങ്ങൾക്ക് നീതിമാരല്ലാത്ത ഭരണകർത്താക്കൾക്കെതിരെ ശബ്ദമുയർത്താൻ അവകാശമുണ്ട്. അതിനുള്ള ഇസ്ലാമിക് പ്രിൻസിപ്പുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അദ്ദേഹം പറയുന്നു, അതിൽ അമ്ർ ബിൽ മാറൂഫ് വന്നഹ്യി അനിൽ മുൻകർ എന്ന് പറയുന്ന ആ ഒരാശയത്തെ മുന്നിൽ വെച്ചുകൊണ്ട്, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്ന ഒരാശയത്തെ മുന്നിൽ വെച്ചുകൊണ്ട് സമാധാനപരമായ സമരങ്ങളും പ്രക്ഷോഭങ്ങളും സിവിൽ ഡിസോബീഡിയൻസും, സാമൂഹികമായ ഈ തരത്തിലുള്ള ഡിസോബീഡിയൻസും പ്രഖ്യാപിക്കാൻ ഒരു ജനസമൂഹത്തിന് കഴിയും. അതിന് അദ്ദേഹം തെളിവെടുക്കുന്നത് അൽ അമ്ർ ബിൽ മാറൂഫ് വന്നഹ്യി അനിൽ മുൻകർ എന്ന് പറയുന്ന ഖുർആനിക ആപ്തവാക്യത്തിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഖർളാവി പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, ഇതൊരിക്കലും ഒരു വയലൻ്റായ റെവല്യൂഷനിലേക്കല്ല, പകരം അത് സമാധാനപരമായ മാർഗത്തിലൂടെ മാത്രമേ അത് നേടിയെടുക്കാവുള്ളൂ. അല്ല എങ്കിൽ അത് കൂടുതൽ സമൂഹത്തിൽ പ്രക്ഷോഭങ്ങൾ, സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയായിരിക്കും സംഭവിക്കുക എന്ന് ഖർളാവി വിശദീകരിക്കുന്നത് കാണാം. അതുകൊണ്ട് തന്നെയാണ് ഈ അറബ് സ്പ്രിങ്ങിൻ്റെ പണ്ഡിതൻ എന്ന പോലും അറിയപ്പെട്ട ഒരാളായിരുന്നല്ലോ ഖർളാവി. അറബ് ഇസ്ലാമിക ലോകത്ത് ശക്തമായി ആഞ്ഞടിച്ച, അത് തുനീഷ്യയിൽ നിന്ന് പല ഭാഗങ്ങളിലേക്കും പടർന്നു വന്ന പലവിധ ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭങ്ങളെയും വളരെ ഹാർദവമായി സ്വാഗതം ചെയ്ത, അതിനുവേണ്ടി ശബ്ദിച്ച ഒരാളെന്ന നിലയിൽ നമുക്ക് ഖർളാവിനെ കാണാം. അപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഭരണകർത്താവിനെതിരെ ആയുധമെടുക്കുവാൻ അദ്ദേഹം ഒരിക്കലും പറഞ്ഞില്ല. പകരം ജനങ്ങൾക്ക് അവരുടെ അവകാശമാണ് അനീതി നിറഞ്ഞ ഭരണകർത്താവിനെതിരെ, അതുപോലെ ദുർഭരണത്തിനെതിരെ, അഴിമതിക്കെതിരെ ശബ്ദമുയർത്തുവാൻ അതിൽ പീഡിതരായ ജനതയ്ക്ക് അവകാശമുണ്ട് എന്ന് ചിന്തിച്ചതാണ് യൂസുഫ് ഖർളാവി ചെയ്തത്. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാടും കൂടി നമ്മൾ ഈ ഒരു വിഷയത്തോടു കൂടി ചേർത്ത് വെക്കേണ്ടതാണ്. അവസാനം എന്ന നിലയിൽ ഈ ഒരു വിഷയത്തിൽ വളരെ പ്രമുഖമായി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പേരാണ് അത് ഖാലിദ് അബുൽ ഫദൽ എന്ന് പറയുന്ന വിഖ്യാതനായ, ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന പണ്ഡിതൻ.
അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ റെബല്യൻ ആൻഡ് വയലൻസ് ഇൻ ഇസ്ലാമിക് ലോ എന്ന് പറയുന്ന ഒരു രചന 2001 രചിക്കുകയുണ്ടായി. ആ രചനയിൽ അദ്ദേഹം വളരെ അക്കാദമികമായി സമീപിച്ച ബുക്കാണ് ഈ ബുക്ക്. അതിൽ അദ്ദേഹം പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് സലഫി മെത്തേഡുകളിൽ ഈ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടുന്നതെന്നും അത് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ തന്നെ ധാരാളം തെളിവുകൾ എടുത്തുകൊണ്ട് തന്നെ അതിൻ്റെ രണ്ട് വശങ്ങളും സംസാരിക്കുന്നത് നമുക്ക് ഈ രചനയിൽ കാണാം. ഒരു റെബല്യൻ, റെവല്യൂഷൻ, വയലൻസ്, അത് ഇസ്ലാമിക നിയമങ്ങൾ ഈ വിഷയത്തെ എങ്ങനെ സമീപിച്ചു എന്ന് മനസ്സിലാക്കുവാൻ ഖാലിദ് അബുൽ ഫضലിൻ്റെ ഈ രചന കൊണ്ട് നമുക്ക് സാധ്യമാണ്. ഇദ്ദേഹം ഒരു സലഫി പണ്ഡിതനായിട്ടല്ല അറിയപ്പെടുന്നത്. സാധാരണ സലഫികൾ പോലും ശക്തമായി വിമർശിക്കുന്ന ഒരു പണ്ഡിതനാണ് ഖാലിദ് അബുൽ ഫضൽ. എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ഈ രചന റെബല്യൻ ആൻഡ് വയലൻസ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ വിഷയത്തിൽ വന്ന ഏറ്റവും നല്ല സമകാലികമായ പഠനങ്ങളിലൊന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ഇവിടെ പ്രത്യേകം പരാമർശിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതായത് ഭരണകർത്താവിനെ നിരുപാധികമായി അയാൾ വ്യക്തമായ കുഫ്രി എന്നത് തന്നെ വളരെ വിമർശാത്മകമായ ഒരു പദാവലിയാണ്. കാരണം ഇപ്പോൾ നിലവിലുള്ള പല ഭരണകർത്താക്കളും ഒരു മുസ്ലിം സമൂഹത്തിന് തന്നെ ഉപദ്രവകരമായ പല സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ പോലും, പ്രത്യേകിച്ച് ഇസ്രായേലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ലോകം മുസ്ലിങ്ങൾ മുഴുവൻ എതിർക്കിരിക്കെ പോലും അവരോട് സന്ധി ചേർക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെയാണല്ലോ. അപ്പോഴും അവർക്കനുകൂലമായിരുന്ന രീതിയിലുള്ള ഫത്വകൾ പുറപ്പെടുവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാത്രമായി പണ്ഡിതന്മാർ മാറുന്നതും നമുക്ക് കാണാം. അത് കുഫറിൻ്റെ ഭാഗമായി ഞാൻ ചേർക്കുകയല്ല. എന്നാൽ പോലും വളരെ ഭീകരമായ കുറ്റങ്ങൾ പോലും ചെയ്യുന്ന സാഹചര്യത്തിലും വേണ്ടത്ര തരത്തിൽ ശബ്ദമുയർത്താത്ത പണ്ഡിതന്മാരും കൂടെയാണ് ഇങ്ങനെയുള്ളവർ എന്നും കൂടി ചേർത്ത് പറയുകയാണ് ഞാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ വ്യക്തമായ കുഫർ എന്നതുപോലും പ്രശ്നമാണ്. കാരണം ഇസ്ലാമികമായ ചിഹ്നങ്ങൾ പുറമോടിയിലുണ്ടെങ്കിൽ എന്നാൽ അത് കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു വായനയിലേക്ക് പോലും ഈ ഒരു സലഫി വായന കൊണ്ടെത്തിച്ചു എന്നതും കൂടി ഒരു വിഷയത്തിൻ്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയിൽ ഈ അറബ് സ്പ്രിങ്ങിൻ്റെ ഭാഗമായി ചെറിയ അനക്കങ്ങൾ ഉണ്ടായപ്പോൾ അതിന് വളരെ ആദ്യം തന്നെ ഫത്വകൾ വരികയും അത് ഫിത്നയാണെന്നും അത് പ്രശ്നത്തിലേക്കാണ് പോകുന്നതെന്നും അത് അടിച്ചമർത്തേണ്ടതാണെന്നൊക്കെ രീതിയിലുള്ള ചർച്ചകൾ പോലും സൗദി അറേബ്യയിലെ പണ്ഡിതന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായി. അതുപോലെ തന്നെ ബഹ്റൈനിലും മറ്റു ഭാഗത്തും ഈ വിഷയത്തിലുണ്ടായപ്പോൾ സൈന്യത്തെ പോലും അയക്കുകയും അവിടെ ഭരണകൂടത്തിനെതിരെ ശക്തമായി സംസാരിച്ച ജനങ്ങളെ അടിച്ചമർത്തുകയും കൂട്ടക്കൊല ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ യമനിലുമൊക്കെ നമ്മൾ കണ്ടതാണ്, നമ്മൾ ദർശിച്ചതാണ്. അതിനൊക്കെയും അനുകൂലമായ ചില നിലപാടുകൾ പോലും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അക്രമപരമായ നിലപാടുകൾക്കെതിരെ ശബ്ദമുയർത്താൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം ഈ സലഫി പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടായി എന്നതും കൂടി വളരെ വിഷമകരമായ ഒരു കാര്യം കൂടെയാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ എത്തി നിൽക്കുന്ന ഈ ഒരു റെവല്യൂഷൻ, അതുപോലെ തന്നെ റെബല്യൻ, സമരം, വിപ്ലവം എന്നൊക്കെ വിഷയങ്ങളിലുള്ള സലഫി കാഴ്ചപ്പാടുകൾ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.